ഹായ് പ്രകമ്പനം. ഊഫ്, ഒരു രക്ഷയിലാട്ടോ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, പ്രകമ്പനം തന്നെയായിരുന്നു സിനിമ. ഇന്നലെ ഈ സിനിമ കാണാതെ പോയത് വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഇന്നലെ ആദ്യം തന്നെ റിവ്യൂ ചെയ്യേണ്ടതായിരുന്നു. ഞാൻ ഇന്നലെ നമ്മുടെ ബിജു മേനോനും ജോജു ജോർജും അഭിനയിച്ചിട്ടുള്ള വലതുവശത്തെ കള്ളൻ സിനിമ കണ്ട് പിന്നെ ഒരു സിനിമ കാണാനായിട്ടുള്ളൊരു മൂഡ് എനിക്ക് ഇല്ലാഞ്ഞുകൊണ്ടാണ്. പ്രകമ്പനം ഒരു രക്ഷയില്ല, അതൊരു പ്രകമ്പനം തന്നെയായിരുന്നു. തിയേറ്ററിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ജോണറുള്ളൊരു സിനിമ. പക്കാ കോമഡി, ചിരി ചൂപ്പാട് വന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വേറെ ലെവല്, മ്യൂസിക് വേറെ ലെവല്, സിനിമോട്ടോഗ്രാഫി, പെർഫോമൻസ്, എല്ലാവരും കിട്ടു പെർഫോമൻസ്. റൈറ്റർ നമ്മുടെ ശ്രീഹരി വടക്കനും അതുപോലെ തന്നെ ഡയറക്ടറും കൂടെ ചേർന്നിട്ടാണ് ഇത് സ്ക്രിപ്റ്റ് റെഡിയാക്കിയിരിക്കുന്നത്. പ്രൊഡ്യൂസർ ശ്രീജിത്ത്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാണല്ലോ മ്യൂസിക്. ഇതിനകത്ത് 2 പാട്ടുണ്ട് കേട്ടോ, കിട്ടു സാധനമാണ്. ആ പാട്ടിലുള്ള മ്യൂസിക്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ട സാധനം തന്നെയാണ്. കിട്ടു സാധനമായിരുന്നു, ഒന്നും പറയാനില്ല. അബിൻ അശോകാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ആൽബി ആൻ്റണി, എഡിറ്റർ സൂരജ്. അതായത് ഒരു സിനിമ നന്നാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ A to Z എല്ലാം നന്നാവണം, എങ്കിൽ ആ സിനിമ മൊത്തത്തിൽ നന്നാവത്തുള്ളൂ. ഇതിനകത്ത് നെഗറ്റീവ് പറയാനായിട്ട് അങ്ങനെ വലിയൊരു സംഭവമൊന്നും ഇല്ല. പിന്നെ ഇത് നമ്മുടെ കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂരാണ് ഇതിൻ്റെ ഒരു കഥയോടെ. കണ്ണൂരിലൊരു കുഗ്രാമം. ഈ കുഗ്രാമത്തിൽ നമ്മുടെ മല്ലിക സുകുമാരൻ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, ചെമ്പകത്ത് വീട്ടിൽ ചെമ്പകത്തമ്മ. മോനെ, കിഡിലൻ പെർഫോമൻസ് എന്ന് മാത്രമല്ല കിഡിലൻ റോളാണ് മല്ലിക സുകുമാരൻ ചെയ്തിരിക്കുന്നത്. വേറെ ലെവൽ എന്ന് വേണം പറയാം. ഈ സിനിമയുടെ ഒരു എന്താ പറയുക, ഒരു സിനിമയെ താങ്ങി നിർത്തുന്ന, സിനിമയുടെ നട്ടെല്ലെന്ന് പറയുന്നത് മല്ലിക സുകുമാരൻ തന്നെയാണ്. പുള്ളിക്കാരി ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണ് സിനിമ. മല്ലിക സുകുമാരൻ ഒരു കണ്ണൂരുകാരിയാണ്. മല്ലിക സുകുമാരൻ്റെ ഭർത്താവായിട്ട് എത്തുന്നത് നമ്മുടെ പുള്ളിക്കാരനുണ്ട്, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നു. പക്ഷേ ഈ ബുക്ക് മൈ ഷോയിൽ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് മല്ലിക സുകുമാരൻ്റെ പേര് ഇതിനകത്ത് കാണുന്നില്ല. അതെനിക്കെന്തോ ഒരു വലിയൊരു ഇതായിട്ട് തോന്നി. ഇനി അത് ഇവർ ഹൈഡ് ചെയ്ത് വെച്ചതാണോ എന്നൊന്നും അറിയത്തില്ല. സിനിമയിൽ മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്നത് നമ്മുടെ ഗണപതി, അതുപോലെ തന്നെ സാഗർ സൂര്യ, അല്ലമീൻ. ഇവർ 3 പേരും എറണാകുളം ഒരു കോളേജിലെ സ്റ്റുഡൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കണ്ണൂർ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് നമ്മുടെ ഗണപതി വരുന്നത്. അതായത് മല്ലിക സുകുമാരൻ്റെ 2 മക്കൾ, ഒന്ന് നവാസ്, അതുപോലെ തന്നെ നമ്മുടെ അസീസ്. നവാസിനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് സങ്കടം തോന്നി കേട്ടോ. പുള്ളിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നതും ഇവരൊരുപാട് ഒബ്സർവ് ചെയ്തിട്ടാണ് ഈ ഒരു ക്യാരക്ടറിലേക്ക് ഇവരെയൊക്കെ കറക്റ്റ് കാസ്റ്റിംഗ് ആണ് ഇതിനകത്ത് ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലം, ദൈവവിശ്വാസം ഇല്ലാത്തതും, പിന്നെ ഈ കറതീർന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ടല്ലോ, അതായത് ആ ഒരു കോസ്റ്റ്യൂം, ആ ഒരു മുടി, ഈ എണ്ണ വെച്ചിട്ട് ഇങ്ങനെ പുറകിലോട്ടൊക്കെ ഈരി വെക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അതെല്ലാം കറക്റ്റായിട്ട്, ആ ഒരു മീറ്ററെല്ലാം കറക്റ്റായിട്ട് പിടിച്ചിട്ടുണ്ട്. നവാസും അസീസും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ നവാസിന് ഒരുപാട് സിനിമകൾ നഷ്ടപ്പെട്ടു പോയതായിട്ട് എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ തോന്നി. ഒരുപാട് സങ്കടം തോന്നി കേട്ടോ. പുള്ളി ഞാൻ പിന്നീട് ഒരിക്കൽ കൂടെ സ്ക്രീനിൽ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സങ്കടം തോന്നി. അവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കറതീർന്ന രാഷ്ട്രീയക്കാരാണ്. അവർക്ക് വിശ്വാസത്തോടൊന്നും വലിയ താല്പര്യമില്ല, അന്ധവിശ്വാസങ്ങളോടൊന്നും വലിയ, അതൊക്കെ ഇതിനകത്ത് കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് നൈസായിട്ട് ആ ഒരു കംപ്ലീറ്റ് ആളുകളുടെ ആ ഒരു ക്യാരക്ടറും അതും ഇതെല്ലാം കറക്റ്റായിട്ട് കാണിച്ച് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് സിനിമയുടെ ഗ്രാഫ് തന്നെ മാറിപ്പോകുന്നത്. പിന്നെ നമ്മുടെ രാജേഷ് മാധവൻ ഇതിനകത്തൊരു കിഡിലൻ റോൾ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയുന്നില്ല. പിന്നെ നമ്മുടെ ശീതൾ ജോസഫ് നല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരിയും പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രശാന്ത് അലക്സാണ്ടർ, പിന്നെ അഭിജിത്ത്, അങ്ങനെ ഒരു കോളേജ് പശ്ചാത്തലത്തിലാണ് ഫസ്റ്റ് ഹാഫ്. ഒരു കോളേജ് പശ്ചാത്തലവും അതിൻ്റെ ആ ഒരു രാഷ്ട്രീയവും അവിടുത്തെ വെള്ളവടിയും ഇവരുടെ ഒരു എന്താ പറയുക ഒരു കുസൃതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ക്യാരക്ടറിലേക്ക് വരുവാണെങ്കിൽ ഗണപതിയുടെ ഒരു ക്യാരക്ടർ, ഈ കണ്ണൂരിലെ ഒരു ഉൾഗ്രാമത്തിലുള്ള ഒരു പയ്യനാണ്, പിന്നെ എറണാകുളത്തേക്ക് പഠിക്കാനായിട്ട് വരുന്ന സംഭവം. പുള്ളി ആ ഒരു സ്നാഗം ഉണ്ടല്ലോ കണ്ണൂരിൻ്റെ, അത് അതിൻ്റെ അവസാനം വരെയും പുള്ളി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സാഗർ സൂര്യ. മോനെ, എന്താ സാധനം, പുള്ളി വേറെ ലെവൽ കേട്ടോ. ഞാൻ പുള്ളിയുടെ പണി എന്ന സിനിമയിലെ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവന് പണി അറിയാം എന്നുള്ളത്. എന്താണെങ്കിലും സാഗർ സൂര്യ വേറെ ലെവൽ, പൊളിച്ചടിക്കുക കേട്ടോ. ഡ്യുവൽ പേഴ്സണാലിറ്റി, അതായത് പുള്ളിയുടെ ക്യാരക്ടർ അത് ഞാൻ പറയുന്നില്ല കേട്ടോ, അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലായി പോവും. വേറെ ലെവൽ കേട്ടോ. അതുപോലെ നല്ല മീൻ, എല്ലാവരും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും അവർക്ക് കൊടുത്തിരിക്കുന്ന റോളുകൾ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് ഇതിനകത്ത് എല്ലാവരും കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമ.
ഒന്നും കൂടെ കാണണം എന്ന് തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇൻ്റർവെൽ കഴിയുമ്പോഴത്തേക്കുള്ള ആ ഒരു കോമഡിയൊക്കെ ഉണ്ടല്ലോ, പ്രേതങ്ങളും ഇവരും തമ്മിലുള്ള ആ ഒരു സംഭവം വരുന്ന സമയത്തൊക്കെ ഉള്ള ഒരു കോമഡിയൊക്കെ ഉണ്ടല്ലോ, നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഡയറക്ടർ ബിഗ് സല്യൂട്ട്, നല്ലൊരു ഡയറക്ടറെ കൂടെ നമ്മുടെ മലയാളത്തിലേക്ക് കിട്ടുന്നു. ഇത്തരം കഥകൾ അല്ലെങ്കിൽ ഇത്തരം കഥ ഈ ഒരു കണ്ണൂരിൻ്റെ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു സാധനം കൊച്ചി കോളേജിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടുന്ന് പിന്നെ ഇതിനെ നേരെ ഒരു ഹൊറർ കോമഡിയിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അത് ആ ഒരു എഴുത്ത് പാളിപ്പോയി കഴിഞ്ഞാൽ ഈ സിനിമ മൊത്തത്തിൽ കൈവിട്ടു പോയെന്നുള്ള. പക്ഷെ അത് നല്ല രീതിയിൽ നല്ല വൃത്തിയിലും മെടുപ്പിലും കുറെ ചിന്തിച്ചും ആലോചിച്ചൊക്കെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന്. ഒന്നും പറയാനില്ല. സിനിമ കാണാത്തവരാണെങ്കിൽ മസ്റ്റ് വാച്ച്, തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ ഈ സിനിമ കാണണം, എക്സ്പീരിയൻസ് ചെയ്യണം. കിട്ടു സാധനം എന്ന് പറഞ്ഞാൽ പോരാ, വേറെ ലെവല് പ്രകമ്പനം കൊള്ളിക്കും നമ്മളെ സിനിമ നമ്മൾ കണ്ടിറങ്ങുമ്പോഴത്തേക്ക്. ശരിക്കും ഞാൻ ഇപ്പോഴും ഇത് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, എനിക്ക് ഇതിനകത്ത് ചില കോമഡികളൊക്കെ, അസീസിൻ്റെ ഒക്കെ കോമഡി, അതുപോലെ തന്നെ സാഗർ സൂര്യയുടെയൊക്കെ ആ ഒരു പെർഫോമൻസിൽ വരുന്ന ചില ഈ പ്രേതത്തിനെ കാണുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സത്യം അത് നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാനായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. മസ്റ്റ് വാച്ചാണ്. തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിനിമ വെർത്താണ്, കൊടുത്ത കാശ് മുതലായി, പോയി കാണുക. ഓക്കെ.